ഉപതെരഞ്ഞെടുപ്പിൽ വൻതോതിൽ ഇടതുപക്ഷ വോട്ടുകളും ബി.ജെ.പി. വോട്ടുകളും ഇത്തവണ ഇറങ്ങിയിട്ടില്ലെന്നും അതുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞതെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി. അത് ഫലം വരുമ്പോൾ കൂടുതൽ വ്യക്തമാവുമെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ UDF തോൽക്കുമെന്നാണ് പറഞ്ഞിരുന്നതെന്നും എന്നാൽ ഫലം വന്നപ്പോൾ കണ്ടില്ലേ എന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പൊന്നാനിയിലും മലപ്പുറത്തും അതുപോലെ വടകരയിലും കണ്ട ഒരു പ്രതിഭാസമാണ്. ഇടത് സ്ട്രോങ് ആയിട്ടുള്ള ബൂത്തുകളാണ്. ഞങ്ങളെ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ വോട്ട് വരാത്തത്. അപ്പോൾ വൻതോതിൽ ഇടതുപക്ഷ വോട്ടുകളും ബി.ജെ.പി. വോട്ടുകളും ഈ തവണ ഇറങ്ങിയിട്ടില്ല. അത് കാരണമാണ് ഈ പെർസെൻറ്റേജ് കുറവ് എന്നുള്ളത് റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. മലപ്പുറത്ത് 3 ലക്ഷത്തിലധികം ഭൂരിപക്ഷം ഈ പ്രാവശ്യം ആരും പ്രതീക്ഷയില്ല. പൊന്നാനിയിൽ 2.5 ലക്ഷത്തിന്റെ മേധാരും പ്രതീക്ഷയില്ല പോളിംഗ് ശതമാനം വെച്ചിട്ട്. വടകരയിൽ UDF തോറ്റു എന്നാ പറഞ്ഞത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ കണ്ടില്ലേ. അതേപോലെ വയനാട്ടില് പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എങ്ങനെ വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് നോക്കിയിട്ട് കാര്യമില്ല, ഓടിയെത്തൂല എന്നുള്ള ഒരു ധാരണ LDF-നും BJP-ക്കും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കുറവാണ്. ഇത് നോക്കിയിട്ട് കാര്യമില്ല, ആർക്കായി നോക്കണ്ട എന്ന് പറഞ്ഞ് അവർ വിട്ടുകളഞ്ഞതാണ്. അതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം ഓരോരോ ബോംബ് പൊട്ടിക്കൽ അവരുടെ ഒരു രീതിയാണെന്നാ തോന്നുന്നത്. ഇതിപ്പോ ആദ്യമല്ല, ഇടയ്ക്കിടയ്ക്ക് എല്ലാ ഇലക്ഷനും വരുമ്പോ അന്നൊരു ബോംബ് ഉണ്ടാവും. കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെ ഉണ്ട്. 1-2 EP-നെ പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വടകര അന്ന് VS പോയ ആ കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലും ഒരു ബോംബ്, ഉള്ളിലുള്ള ദേഷ്യം എല്ലാം കൂടി മൂർച്ഛിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആ ദിവസം പൊട്ടി പുറത്തേക്ക് വരുന്നതാണോ എന്ന് അറിയില്ല. അവർക്ക് മാത്രമാണ് ഈ സൂക്കേടുള്ളത്. ഇലക്ഷൻ ഡേയില് ബോംബ് പൊട്ടിക്കുന്ന ഒരു അസുഖം. ഭയങ്കര ഇലക്ഷനിൽ മാത്രമാണ് അവർ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. പക്ഷെ അത് ഞങ്ങൾക്ക് ഏശിയില്ല, കയ്യിൽ നിന്ന് പൊട്ടിയ പോലെ.